നമസ്തേ. ഈ കഴിഞ്ഞ ദിവസം UP മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വളരെ വ്യക്തമായി തന്നെ കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അതിലേക്കാണ് വരുന്നത്. ഹിന്ദു ഐക്യത്തെക്കുറിച്ചും സനാതനധർമ്മത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും തൻ്റെ നിലപാടുകൾ ആവർത്തിച്ചുകൊണ്ടായിരുന്നു UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തൻ്റെ ആ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് അതിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഹിന്ദു ഐക്യത്തിന് ആഹ്വാനം ചെയ്ത UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഒരുമിച്ചു നിന്നാൽ നാം സുരക്ഷിതരാണ് എന്നും ഹിന്ദു ഐക്യത്തിന്റെ സന്ദേശമാണ് മഹാകുംഭമേളയിലൂടെ നൽകുന്നത് എന്നും പറഞ്ഞു. ജാതി, മതം, ലിംഗഭേദം എന്നിവയ്ക്ക് അതീതമായി ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം ഒരു അന്താരാഷ്ട്ര വേദിയിൽ പ്രദർശിപ്പിക്കാനുള്ള സുവർണ അവസരമാണ് മഹാകുംഭമേളയിലൂടെ ലഭിക്കുന്നത്. ഹൈന്ദവ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നവരെ താൻ തുറന്ന് എതിർക്കും എന്നും സാമ്പൽ വിഷയം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് യോഗി പറഞ്ഞു. ഹിന്ദു ഐക്യവും ദേശീയ ഐക്യവും ഇഴുകിച്ചേർന്നതാണ് എന്നും സനാതനധർമ്മം താരതമ്യങ്ങൾക്ക് അതീതമാണ് എന്നും യോഗി പറഞ്ഞു. അതിന്റെ വിശ്വാസ സമ്പ്രദായം മറ്റേതൊരു മതവുമായോ വിഭാഗവുമായോ താരതമ്യപ്പെടുത്തുന്നതിനപ്പുറം ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്നത് ആണ് എന്നും അദ്ദേഹം സൂചിപ്പിച്ചു. വഖഫ് ബോർഡ് മാഫിയ ആണ് എന്നും വഖഫ് അനധികൃതമായി പിടിച്ചെടുത്ത എല്ലാ ഭൂമി തിരിച്ചുപിടിക്കും എന്നും യോഗി അതിൽ മുന്നറിയിപ്പും നൽകി. വിദേശത്തെ അവശിഷ്ടങ്ങൾ കൊണ്ട് അഭിവൃദ്ധി പ്രാപിച്ചവർ രാജ്യത്തിന്റെ പ്രതിച്ഛായ തകർക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പ്രതിപക്ഷ പാർട്ടികൾക്ക് നേരെ മറഞ്ഞിരിക്കുന്ന ആക്രമണത്തിൽ യോഗി പറഞ്ഞു. രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി അവർ ആഴത്തിലുള്ള ജാതി വിഭജനം നടത്തുകയാണ് എന്നും അദ്ദേഹം ഈ ഇന്റർവ്യൂവിനിടയിൽ ആരോപിച്ചു. ഹിന്ദു ഐക്യത്തെ ദേശീയ ഐക്യമായി സംയോജിപ്പിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യവേ സനാതനധർമ്മം എല്ലായ്പ്പോഴും പരമോന്നത സ്ഥാനം വഹിച്ചിരുന്നു എന്നും ഹിന്ദുക്കൾക്കിടയിലുള്ള ഐക്യം ദേശീയ ഐക്യത്തിന് കൈകോർത്തിരിക്കുകയാണ് എന്നും തന്റെ മുദ്രാവാക്യമായ ബത്തേങ്കെ തോ കിത്തേങ്കെ ആവർത്തിച്ച് യോഗി പറഞ്ഞു. വിഭജനം എല്ലായ്പ്പോഴും ബലഹീനതയിലേക്കാണ് നയിക്കുന്നത് എന്ന് ചരിത്രം എല്ലായ്പ്പോഴും തെളിയിച്ചിട്ടുണ്ട്. ഐക്യം നമ്മെ അജയ്യരാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും നിലനിൽക്കുന്നത് എന്ന് ബത്തേങ്കെ തോ കത്തേങ്കെ ഏക് രഹേങ്കെ തോ നക് രഹേങ്കെ എന്ന മുദ്രാവാക്യം ഉരുവിട്ട് യോഗി സൂചിപ്പിച്ചു. വിഭജിക്കപ്പെട്ടാൽ നാം വീഴുന്നു, ഒരുമിച്ച് നാം അഭിവൃദ്ധി പ്രാപിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. അതേസമയം മഹാകുംഭമേള കേവലം പാരമ്പര്യത്തോടുള്ള ആദരവ് മാത്രമല്ല, വരും തലമുറകൾക്ക് സാംസ്കാരിക ജ്ഞാനം സംരക്ഷിക്കുന്നതിന് അത്യന്താപേക്ഷിതമാണ്. അത് ഇന്ത്യയുടെ ആത്മീയ സാംസ്കാരിക പൈതൃകം, ദേശീയ ഐക്യം, വികസനം എന്നിവയുടെ സംഗമത്തിന്റെ പ്രതീകമാണ് എന്നും രാജ്യമെമ്പാടുമുള്ള സന്യാസിമാരെയും ദർശകരെയും അവരുടെ കാലത്തെ സാമൂഹികവും രാഷ്ട്രീയവുമായ അവസ്ഥകളെ പ്രതിഫലിപ്പിക്കുകയും ഇതിലൂടെ ചെയ്യുകയാണ്. 2019 കുംഭമേളയിൽ നേടിയ അതേ ഐക്യം വരാനിരിക്കുന്ന മഹാകുംഭത്തിലും കൈവരിക്കാൻ ഞങ്ങൾ ശ്രമിക്കും എന്നും അദ്ദേഹം ഉറപ്പു നൽകി.